ഗസ സമാധാന പദ്ധതിയിൽ അതിനിർണായകമായത് ഖത്തറിന്റെ ഇടപെടലാണ്. ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ഏകപക്ഷീയ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ അറബ് രാഷ്ട്രം നടത്തിയ ഇടപെടലുകളാണ് സമാധാനത്തിന്റെ വാതിൽ തുറന്നത്. US, ഈജിപ്ത് രാഷ്ട്രങ്ങളുമായി സഹകരിച്ചായിരുന്നു ശ്രമങ്ങൾ. സമാധാന പദ്ധതിയിൽ ഖത്തറിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. അനിഷ പവർ ചേരുന്നുണ്ട്. അനിഷ, ഏറ്റവും നിർണായകമായത് അറബ് രാജ്യങ്ങളുടെ ഇടപെടലാണ്. അത് ഖത്തർ ആക്രമണത്തിന് ശേഷമാണ് കൂടുതലായി അവരുടെ നിലപാടുകൾ, അവരുടെ തീരുമാനങ്ങളൊക്കെ അറിയിച്ച് മധ്യസ്ഥ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു ഖത്തറിന്റെ ഇടപെടൽ ഇപ്പോഴത്തെ സമാധാന ചർച്ചയിൽ? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം ആഗ്രഹിച്ചതുപോലെ സമാധാന കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൽ ഖത്തറിന്റെ ഇടപെടൽ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് നമുക്ക് അതിവേഗം ഒന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഴിത്തിരിവായി മാറിയത് അത് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. സെപ്റ്റംബർ 9-നായിരുന്നു ഈ ആക്രമണം. ദോഹയിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട്. അതിനിടെയാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതിൽ തന്നെ ഖത്തറിന്റെ സുരക്ഷാ സേനാംഗം ഉൾപ്പെടെ 6 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനു പിന്നാലെ തന്നെ ഇസ്രായേൽ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഖത്തറിന് നേർക്ക് ഒരു ആക്രമണം വരുമ്പോൾ അതിനെ ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ എതിർത്തു, വിമർശനങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതിനു പിന്നാലെ സെപ്റ്റംബർ 11-ന് ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് UN രക്ഷാസമിതി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് ഖത്തർ ഇസ്രായേലിന് പുറമെ തന്നെ US-ന് മുകളിലും കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും നിർണായകമായത് സെപ്റ്റംബർ 11-ന് ചർച്ചകൾക്ക് വേണ്ടി ഖത്തർ പ്രധാനമന്ത്രി US-ലേക്ക് പോകുമ്പോഴാണ്. US-ൽ പോയി ഡൊണാൾഡ് ട്രംപുമായി ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. അത്തരത്തിൽ ഖത്തറിന്റെ ആശങ്കകളെല്ലാം തന്നെ US-മായി പങ്കുവച്ചു. സ്വാഭാവികമായും US ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതകളൊക്കെ തന്നെ ലോകം അന്ന് ഉറ്റുനോക്കുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ സെപ്റ്റംബർ 15-ന് ദോഹയിൽ അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി ചേരുകയുണ്ടായി. അതിൽ തന്നെ ഖത്തറിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തു. ഉച്ചകോടിയിൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ആയുധ കൈമാറ്റ ബന്ധം പുനഃപരിശോധിക്കാൻ കൂടി അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 16-നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തറിലേക്ക് എത്തുന്നത്. നേരത്തെ US-ൽ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഖത്തറിലെ സാഹചര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്കോ റൂബിയോയെ ട്രംപിന്റെ നേതൃത്വത്തിൽ ഖത്തറിലേക്ക് അയച്ചത്. സമാനമായി തന്നെ ഖത്തറിന്റെ ആശങ്കകളെല്ലാം തന്നെ US-നെ അറിയിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 16-ന് തന്നെ ട്രംപ് നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അത് ലോകമുറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. എന്താണ് ഇനി ഗസയിൽ US-ഉം ഇസ്രായേലും ചെയ്യാനിരിക്കുന്നത് എന്നതിനു വേണ്ടിയായിരുന്നു ലോകം കാത്തിരുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലുണ്ടായത്, ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മാപ്പ് പറഞ്ഞു. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നായിരുന്നു നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകരുത് എന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടെ തന്നെ ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ട്രംപിന്റെ ഒരു അസാധാരണ എക്സിക്യൂട്ടീവ് ഉത്തരവ് കൂടി പുറത്തുവിടുകയും ചെയ്തു. സെപ്റ്റംബർ 16 തന്നെ UN പൊതുസഭയ്ക്കിടെ അറബ് നേതാക്കളും ട്രംപും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയ്ക്കിടെയും ഉണ്ടായത് ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ പരിശോധിക്കുകയും ഉണ്ടായി. അതായത് എന്താണ് ഇനി സമാധാനത്തിലേക്ക് പോകാൻ ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതായിരുന്നു ചർച്ചകൾ. ഇനി സംഭവിച്ചത് ഒക്ടോബർ ആദ്യ വാരത്തിലാണ്. ട്രംപ് ഒരു 20 പദ്ധതികളുമായി രംഗത്തെത്തുകയാണ്. ഇസ്രായേലിന് പൂർണ്ണമായും അനുകൂലമാകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് അനുകൂലമാകുന്നത് കൊണ്ട് തന്നെ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതായിരുന്നു നിർണായകമായിരുന്നത്. അതിൽ ഒരു ചർച്ചകൾക്ക് ശേഷം ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇന്നലെ ഒക്ടോബർ 13 ഇന്നലെ തന്നെ ഈ സമാധാന കരാറിൽ ഒപ്പുവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പറഞ്ഞതുപോലെ തന്നെ ഖത്തറിന്റെ ഇടപെടൽ കൂടി അതിൽ നിർണായകമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ധന്യ.